ഹായ് ഹലോ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ഡിലേ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ ഒത്തിരി ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ലതെന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്കായി ഞങ്ങൾ അയക്കണത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ട്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും മോശമാണെന്ന് പറയാൻ ഇടയാവരുതല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിന്ന് മധുരത്തിൻ്റെ പലഹാരം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മധുര പലഹാരം തന്നെയാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് റേഷൻ അരി വെച്ചിട്ട് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കാം എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളത്തിൽ 2 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരിക്കുന്ന റേഷൻ അരിയാണിത്. പിന്നെ ഒരു 200 ഗ്രാം പഞ്ചസാര, ഒരു തേങ്ങ ചിരണ്ടീൻ്റെ പകുതി, ഏലക്കായും പഞ്ചസാരയുടെ പൊടിച്ചത്, പിന്നെ നെയ്യ്, മിൽമയുടെ നെയ്യാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഗ്ലാസ് പാല്. അപ്പം നമുക്കിനി കുതിർത്ത് വച്ചിരിക്കുന്ന അരി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഞുറുക്കിയെടുക്കാം. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 3 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഞുറുക്കി വെച്ചിരിക്കുന്ന ആ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി അതിനെ ഒരു ബ്രൗൺ കളർ ചേഞ്ച് ആവണ വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. ഈ ഒരു റെസിപ്പി എൻ്റെ ചേട്ടായുടെ ഭാര്യ എൻ്റെ നാത്തൂൻ ജോംസേച്ചി പറഞ്ഞു തന്നതാണ്. ഞങ്ങൾ ചെയ്ത് നോക്കി, അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ചേച്ചിക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളിൽ പലരും പല റെസിപ്പീസും സൂപ്പറായിട്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾക്ക് ദയവായി കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞങ്ങളത് ചെയ്ത് നോക്കി ഞങ്ങൾ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കുമേ. നമുക്കിതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്കിത് വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അരഞ്ഞാൽ മതിയാവും. ഇനി വീണ്ടും ഫ്രൈ പാനിലിട്ട് ഒന്നും കൂടെ ഇത് ചൂടാക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായും പഞ്ചസാരയുടെ കൂടി പൊടിച്ചതാണ് ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ എനിക്ക് കളറ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ സ്വല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചൂട് പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചൂടോട് കൂടെ തന്നെ ഉരുട്ടിയെടുക്കണം. അപ്പോഴേ നല്ല മയത്തിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ വെള്ള അരി വെച്ചിട്ടുള്ള ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം.
സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടു നോക്കി, നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുതേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോണി സോജൻ. സോ ഗുഡ് ടു ഹിയർ.